കെ രാഘവൻ അത്ര ചാടൊന്നും വേണ്ട. എന്താണ് 10 കൊല്ലം 15 കൊല്ലം MP ആയിരുന്നു? എന്താ ഇത്? ഞാനൊന്നും കണ്ടിട്ടില്ല. ഇപ്പൊ ഒരു വലിയൊരു എയിംസ് പ്രേമം വന്നിരിക്കുന്നു. എയിംസിനെ കുറിച്ച് എല്ലാ MP മാർക്കും അവരുടെ നിലപാടുകളുണ്ട്. ഏത് സ്ഥലത്ത് എയിംസ് വരണം എന്നുള്ളത് ഉചിതമായ സമയത്ത് ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ തീരുമാനമെടുത്ത് അറിയിക്കും. ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിപ്രായം പറയാനുള്ള വേദിയിൽ ഞങ്ങൾ കൃത്യമായിട്ട് പറയും. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാനൊരു കോഴിക്കോടുകാരനല്ലേ? എന്താണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? അതായത് ഞാൻ ഒന്നും കൂടി നിങ്ങളോട് പറയാം, ഒരു അവ്യക്തതയും വേണ്ട. എയിംസിനെ സംബന്ധിച്ച് ഇപ്പോ MK രാഘവൻ നടത്തുന്നത് ഒരു തനി രാഷ്ട്രീയ കളിയാണ്. 15 കൊല്ലം MP ആയിട്ട് ഇരുന്നിട്ട് ഒന്നും ചെയ്യാത്ത ആള് ഇപ്പൊ ഒരു വെളിപാട് പോലെ ഞാൻ എയിംസുമായിട്ട് ഇവിടെ അവതരിക്കുന്നു എന്ന് പറയുന്നതിലൊന്നും അർത്ഥമില്ല. സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. അദ്ദേഹം പണ്ടത്തെ പോലെയല്ല, ഒരു ഇലക്ടഡ് MP ആണ്, നോമിനേറ്റഡ് MP അല്ല. അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച MP ആണ്. എല്ലാ സ്ഥാനാർത്ഥികളും ഇത്തവണ അവരവരുടെ സ്ഥലങ്ങളിൽ എയിംസ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. MP മാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്, മുൻ മന്ത്രിമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ശരിയായി ഇതെല്ലാം മനസ്സിലാക്കി എവിടെയാണ് ആവശ്യം, ഏറ്റവും ആവശ്യം എവിടെയാണ്, ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് ഏത് മേഖലയിൽ എവിടെ വേണം എന്നുള്ളതിനെ സംബന്ധിച്ചെല്ലാം ചർച്ച നടക്കും. ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയുടെ അഭിപ്രായം പറയാനുള്ള വേദികളുണ്ട്. അവിടെ ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് നിങ്ങളെ അറിയിക്കും. ഞാനിപ്പോ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാവേണ്ടവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. കേരളത്തിൽ സ്ഥലമൊക്കെ ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു പ്രദേശം കോഴിക്കോട് ജില്ലയിൽ ബാലുശ്ശേരി. എന്റെ 4 സ്ഥലത്ത് ഏറ്റെടുക്കാൻ പോയത് സർക്കാരിന് ഒരു സ്ഥലം ആദ്യം തീരുമാനിക്കാൻ പറ്റാതെ ഏറ്റെടുക്കാനൊന്നും ഇല്ലല്ലോ സാർ. KSIDCയുടെ ഭൂമിയല്ലേ, എന്താ ഏറ്റെടുക്കാൻ? KSIDCയുടെ ഭൂമി ഏറ്റെടുക്കെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരിക്കലും ഞാൻ പറഞ്ഞില്ല. എന്തിനാണ് ഈ ദുഷ്ടലാക്ക്? ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. എയിംസിന്റെ കാര്യത്തിൽ ആവശ്യമായ ചർച്ചകൾ ഉണ്ടാവുമ്പോൾ ഉചിതമായ അഭിപ്രായം ഞാൻ പറഞ്ഞെടുത്ത് പറഞ്ഞു. നിങ്ങളോടല്ലല്ലോ ആദ്യം പറഞ്ഞു. ആർക്കെന്തിന്? കോഴിക്കോട്ടുകാരനായ എനിക്കോ? ഈ വെള്ളാപ്പള്ളി നടേശനും BJPക്കൊപ്പം ചില വിഷയങ്ങൾ ഒരേ ശബ്ദമായിട്ട് കാണുന്നുണ്ടല്ലോ. സർക്കാരിന് അല്ല, വെള്ളാപ്പള്ളി നടേശൻ ആ കാര്യത്തിൽ എടുത്ത അഭിപ്രായം സത്യമല്ലേ? നിങ്ങൾ അദ്ദേഹത്തെ ക്രൂശിക്കുന്നു എന്നുള്ളതിന് ഞാനെന്തിനാ മറുപടി പറഞ്ഞു?